ഇതാണ് ഇന്നത്തെ നമ്മുടെ ബ്രൈഡ് ബിൻസിയ. അപ്പോൾ ഇന്ന് നമുക്ക് വർക്ക് വന്നിട്ടുള്ളത് എടപ്പാളാണ്. രാവിലെ ഒരു 9:30 ആയപ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. രാവിലെ തന്നെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ, നല്ല അടിപൊളി മഴയായിരുന്നു. വീട്ടിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയതെങ്കിലും ഈ റംബൂട്ടാൻ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ കുറച്ചതും വാങ്ങിച്ചിട്ടാട്ടോ നമ്മൾ ലൊക്കേഷനിൽ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളൊരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ബ്രൈഡിൻ്റെ ലൊക്കേഷനിലെത്തി. ഈ വാക്കിൻ്റെ എൻക്വയറി നമുക്ക് ബ്രൈഡിൻ്റെ സിസ്റ്റർ ത്രൂ ആണ് കേട്ടോ വരുന്നത്. ഇവർ നമ്മുടെ വർക്കിനെ കുറിച്ചും പേജിനെ കുറിച്ചൊക്കെ അറിയുന്നത് നമ്മുടെ ഒരു കസ്റ്റമർ ഉണ്ട്. അപ്പം അവർ വഴിയാണ് നമ്മളിവരെ കോൺടാക്റ്റ് ചെയ്യുന്നതും നമ്മളെ ബുക്ക് ചെയ്യുന്നതൊക്കെ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വാക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ബ്രൈഡിന് അങ്ങനെ പ്രത്യേകിച്ച് സജഷനൊന്നും ഉണ്ടായിരുന്നില്ല. ബോത്ത് ഹാൻഡ്സും ലെഗും നല്ലോണം കവർ ചെയ്യുന്ന രീതിയിൽ വേണം മെഹന്തി ചെയ്യാമെന്നുള്ളൊരു കണ്ടീഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹെവി ഡിസൈനാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം കാലിലാണ് ഇട്ട് തുടങ്ങിയത്. അപ്പോഴേക്കും നമ്മുടെ ജ്യൂസ് എത്തി. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് ബാക്കി ഫിനിഷ് ചെയ്തത്. അങ്ങനെ ഒരു കാലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ മെഹന്തി ഇടുന്നതിൻ്റെ എല്ലാ ക്ലിപ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം ചില ക്ലിപ്സ് മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോവും. അതുകൊണ്ടാണ്. അപ്പം അത് വേറെ സെപ്പറേറ്റ് ആയിട്ട് നമ്മളെ ബ്രൈഡൽ ട്യൂട്ടോറിയൽ വേണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഒരു 2.5 മണിക്കൂറിന് ശേഷം നമ്മൾ 2 കാലും കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലെഗ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ കയ്യിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അത്യാവശ്യം ഒരു ഹെവി ഫ്ലോറൽ ഡിസൈൻ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡിസൈൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാമെന്നായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലാ വീഡിയോ ക്ലിപ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം വീഡിയോൻ്റെ ലെങ്ത്ത് കൂടി പോകുന്നതുകൊണ്ട് തന്നെ. അപ്പം അതിന് ട്യൂട്ടോറിയൽ വേണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ എന്തായാലും അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നോർമലി നമ്മൾ ബ്രൈഡൽ ഹെന്ന ചെയ്യുന്ന സമയത്ത് ഒരു 4 to 5 hours ആണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് ചെയ്യാൻ വേണ്ടി എടുക്കാറുള്ളത്. പക്ഷേ ഇത് കുറച്ചും കൂടെ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം ഹെവി ഡിസൈനാണ്. കൈയായിട്ടും കാലായിട്ടൊക്കെ അത്യാവശ്യം നല്ല ഹെവി ഡിസൈനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം ടൈം എടുത്തിരുന്നു. നമ്മൾ കൈയിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്കുള്ള ഫുഡുമായിട്ട് ആൾക്കാരെത്തിട്ടോ. ഇതെല്ലാം ബ്രൈഡിൻ്റെ കസിൻസാണ് കേട്ടോ. എല്ലാവരും നല്ല അടിപൊളി വൈബ് ടീംസ് ആയതുകൊണ്ട് തന്നെ സമയം പോയതറിഞ്ഞില്ല. ഭയങ്കര തമാശയും കളിയൊക്കെ ആയിട്ട് നല്ല എൻജോയ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ബാക്കി വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ഈ വർക്കിൽ ഗ്രൂമിൻ്റെ നെയിം ഒന്ന് ഹൈഡ് ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ അതും ചെയ്ത് കൊടുത്തു. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കൂടെ ഗ്രൂമിൻ്റെ പേര് തിരഞ്ഞുകൊണ്ടിരിക്കുന്നതാട്ടോ. കുറേ നേരം തിരഞ്ഞെങ്കിലും അവസാനം അവർ കണ്ടുപിടിച്ചിട്ടോ. കണ്ടോരും ഉണ്ടാവും. അങ്ങനെ നമ്മൾ 2 കൈയും ഫിനിഷ് ചെയ്തു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഡിസൈൻ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ മെഹന്തി പ്രോ എന്നുള്ള ചാനൽ ഒന്ന് ഫോളോ ചെയ്താൽ മതി. പിന്നെ ഫുള്ള് ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. ഫോട്ടോസും വീഡിയോസൊക്കെ ആയിട്ട് ഒരുപാട് എടുത്തിരുന്നു. അങ്ങനെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല റീൽസിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മളെടുത്തു. ഫ്രണ്ട് ഹാൻഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമുക്കുള്ള ചായയും സ്നാക്സൊക്കെ ആയിട്ട് എത്തിയിട്ടോ. അങ്ങനെ നമ്മൾ കൈയിൻ്റെ ബാക്ക് സൈഡും കംപ്ലീറ്റ് ചെയ്തു. അത് ചെയ്യണതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാനത് മറന്നു പോയതാണ്. അങ്ങനെ വർക്ക് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു 6 മണിയായിരുന്നു. അപ്പോൾ തന്നെ ലേറ്റ് പോകണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. ഇപ്പോഴത്തെ ട്രെൻഡ് പോലെ തന്നെ നമ്മുടെ ബ്രൈഡും ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പഴയ സാരി ആയിരുന്നു. പഴയ ലുക്ക് റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്. അപ്പം നമ്മുടെ ബ്രൈഡും അങ്ങനെ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൽ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് ബ്രൈഡിന് സാരി എടുത്ത് കൊടുത്തിരുന്നത്. കാരണം ബാക്കിയുള്ളവർ എന്നെക്കാളും അറിയാത്തവരായിരുന്നു. അതുകൊണ്ട് എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ എന്തൊക്കെയോ തട്ടിക്കൂട്ടി ഒരു സാരി ഉടുപ്പിച്ചു കൊടുത്തു. അതിൻ്റെ മിസ്റ്റേക്കുകളൊക്കെ നിങ്ങളിതിൽ കാണുന്നുണ്ടാവും.
ബ്രൈഡിനോട് വീഡിയോക്ക് വേണ്ടി പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ പോസൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ആൾ നല്ല അടിപൊളിയായി തന്നെ എല്ലാ വീഡിയോക്കും പോസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നേരെ ഇരുട്ടി തുടങ്ങിയിരുന്നു. അപ്പം നമ്മൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ നമ്മൾ വീടിൻ്റെ അകത്ത് പോയിട്ട് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബ്രൈഡും ബ്രൈഡ്സ്മെയ്ഡ്സും എല്ലാവരും കൂടെ അകത്ത് പോയി ബാക്കി വീഡിയോ ഒക്കെ അവിടെ വെച്ചിട്ടാട്ടോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രൈഡിൻ്റെ സിസ്റ്റർ. ഇവരാണ് നമ്മളെ കോൺടാക്ട് ചെയ്തതും ബുക്ക് ചെയ്തതും ഒക്കെ. നമ്മൾ നേരത്തെ തുടങ്ങി വെച്ച പരിപാടിൻ്റെ ബാക്കിയാട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ കസിൻസ് ആയിരുന്നു ഗ്രൂമിൻ്റെ ഹൈഡ് ചെയ്ത നെയിം കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ സിസ്റ്ററുടെ ടേണാണ്. ഇങ്ങനെ ഇതുപോലെയുള്ള ഗ്രൂമിൻ്റെ പേര് ഹൈഡ് ചെയ്തിട്ട് അത് കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. ഒരു ക്ലൂ തരാം, കൈയിൻ്റെ ബാക്കിലല്ല ഉള്ളിലാണ്. അപ്പൊ എളുപ്പം കസിൻസ് ഇങ്ങനെ ക്ലൂ കൊടുക്കുന്നുണ്ടെങ്കിലും ഇയാൾക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അത് എവിടെ എഴുതിയിരുന്നുള്ളത്. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അവർ കണ്ടെത്തി. മുല്ലപ്പൂന്റെ അടിയിലല്ല, വലത് കൈയില്ലേ? വലത് കൈയില്ലേ? സാധാരണ വർക്കിൽ നിന്നും വിപരീതമായിട്ട് നമ്മളിപ്രാവശ്യം ഒരുപാട് ഫോട്ടോസും വീഡിയോസും എടുത്തിരുന്നു കേട്ടോ. കാരണം കസിൻസും അടിപൊളിയായിരുന്നു, ബ്രൈഡും അടിപൊളിയാണ്, എല്ലാവരും ഒരേ വൈബുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് സമയം പോയത് അറിഞ്ഞതേ ഇല്ല. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ പുറകിലായിരുന്നു. അങ്ങനെ പോകാനായപ്പോഴേക്കും ഏകദേശം എൻ്റെ ഫോൺ നിറഞ്ഞിരുന്നു. കാരണം അത്രത്തോളം ഫോട്ടോസും വീഡിയോസും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ പോകുന്നത്. ഫുഡ് വേണ്ടാന്ന് പറഞ്ഞെങ്കിലും നമ്മളെ കഴിക്കാണ്ട് അവർ വിട്ടില്ല. അങ്ങനെ നമ്മൾ ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. പുതിയ ബ്രൈഡിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.